നന്ദി, നന്ദി. ദൈവം അരുളി ചെയ്യണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. சங்கீதம் 84:5. Psalm 84 verse 5. சங்கீர்த்தனம் 84:5. பலம் நின்னில் உள்ள மனுஷன் பாக்கியவான். உம்மிலே பலன் கொள்ளுகிற மனுஷன் பாக்கியவான். தெய்வத்தில் பலம் உள்ள மனுஷன் பாக்கியவான். Blessed is the man whose strength is God. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. മക്കൾക്ക് ജനകൻ ബലം, മക്കൾക്ക് അപ്പൻ ബലം, ജീവിച്ചിരിക്കുന്ന നാൾ വരെ. ആമേൻ. ഭാര്യയ്ക്ക് ഭർത്താവ് ബലം, ജീവിച്ചിരിക്കുന്ന നാൾ വരെ. ഒരു പൗരന് ഭരണകർത്താവ് ബലം, ജീവിച്ചിരിക്കുന്ന നാൾ വരെ. എന്നാളും ജീവിച്ചിരിക്കുന്ന ഒരുവൻ നമുക്ക് ഉണ്ട്. ആമേൻ. എബ്രായർ 7:25 ലേഖനകർത്താവ് എഴുതുന്നു, സദാ ജീവിച്ചിരിക്കുന്ന ക്രിസ്തു, God who liveth everlasting. ഇന്ന് ഇരുന്ന് നാളെ കാണാതെ പോകുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എബ്രായർ 7:25 സദാ ജീവിച്ചിരിക്കുന്നവൻ, സദാ ജീവിച്ചിരിക്കുന്നവൻ, അവൻ നമുക്ക് നിത്യ ബലം. ബലം ഈ സദാ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൽ ബലം ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. മരണപര്യന്തം പാളയത്തിന് പുറത്ത് കുഷ്ഠം വന്നാൽ രാജാ പോലും, even if he is a king, if he is a leprous man, he should be segregated and thrown out of camp. പിതാക്കന്മാരോട് കൂടെ അവന് കല്ലറ കിട്ടുകയില്ല. സ്വന്തം ഭാര്യ അടുത്തു വരാൻ കഴിയുകയില്ല. മക്കൾ അകന്ന് നിൽക്കണം. ഞാൻ തീട്ട്, ഞാൻ അശുദ്ധൻ വിളിച്ചുകൊണ്ടേ ചാകണം. അങ്ങനെ ഉള്ള ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. മത്തായി 8:3 യേശു അവനെ തൊട്ട് അവന് സൗഖ്യം നൽകി. 18 ആണ്ടുകാലം ബന്ധന പിശാസിൻ്റെ പിടിയിൽ ഇരുന്ന ഒരു സ്ത്രീ പിശാസ് മുഖാന്തരം കൂനി കൂനി കൂനി. പക്ഷെ അവൾ ആലയം വിട്ടില്ല. ലൂക്കോസ് 13:13 അവളെയും യേശു തൊട്ട് പേ മാറി അവൾ നിവർന്ന്. യേശു തൊട്ട എല്ലാവർക്കും സൗഖ്യം. ലൂക്കോസ് 8:44 12 ആണ്ടുകാലം രക്തസ്രവം കൊണ്ട് വലഞ്ഞ സ്ത്രീ സമ്പാദ്യമൊക്കെയും ഡാക്ടർമാർക്ക് കൊടുത്തിട്ടും ഒരു പ്രയോജനമില്ലാതെ യേശുവിൻ്റെ പുറകിൽ വന്ന് വസ്ത്രത്തിൻ്റെ അറ്റം അവൾ തൊട്ട്, അവൾക്കും സൗഖ്യം. The prolonged exceeding bleeding, the Bible records, it stopped. ഉടനെ നിന്ന് യേശുവിനെ തൊട്ടവർക്ക് സൗഖ്യം, യേശു തൊട്ടവർക്കും സൗഖ്യം. നമ്പർ 1. രണ്ടാമത്,
ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 10 ആളുകൾ, 10 കുഷ്ഠരോഗികൾ, 9 പേർ യഹൂദന്മാർ, ഒരുവൻ സമരിയക്കാരൻ. ലൂക്കോസ് സുവിശേഷം 17:13 അകലെ നിന്ന് നിലവിളിച്ചു, ദാവീദ് പുത്ര കരുണ ഉണ്ടാകണമേ. They stood aloof and cried. അകലെ നിന്ന് നിലവിളിച്ചു. അവിടെ യേശു തൊട്ട്, അല്ലെങ്കിൽ അവർ യേശുവിനെ തൊട്ട്, ഇവിടെ അകലെ നിന്ന് നിലവിളിച്ചു. 10 പേർക്കും അപ്പോൾ തന്നെ ശപിക്കാം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 4:47 വചനത്തിൽ ദുഷ്ടൻ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു. 10 ആളുകൾ അകലെ നിന്ന് കരഞ്ഞ് ഇവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ച് അവനും അവൻ്റെ മകനും ഉടനെ ശപിക്കാം, ഉടനെ ശപിക്കാം, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 11:32 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ്, യജമാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല, യജമാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. ഒരുവൻ യേശുവിനെ തൊട്ട്, അല്ലെങ്കിൽ യേശു ഒരുവനെ തൊട്ട്, ചില ആളുകൾ അകലെ നിന്ന് നിലവിളിച്ച്, ഒരുവൻ അടുക്കൽ വന്ന് കരഞ്ഞ്, ഒരാൾ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് കരഞ്ഞ്, ഉടനെ മരിച്ച് നാറി ബന്ധന കയറിലിരുന്ന് ലാസർ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ പുറകിൽ ഉള്ള ഒരു മർമ്മം നിങ്ങൾക്കറിയാമോ? നാം ആരാധിക്കുന്ന ദൈവം 10 ദേവന്മാരിൽ ഒരുവനല്ല, ഏക സത്യ ദൈവം, ബലവാൻ, സർവബലവാൻ. ഉൽപ്പത്തി 18:14, ജെരേമ്യ 32:17, ജെരേമ്യ 32:27, ലൂക്കോസ് സുവിശേഷം 1:37 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇവന് കഴിയാത്തത് ഒന്നും തന്നെ ഇല്ല. സർവബലവാൻ, സർവബലശാലി, all powerful. ഐസയ്യാ പ്രവാചകൻ മരണ വാറണ്ടുമായി ഹെസക്കിയ രാജാവിൻ്റെ പാലസിലെത്തിയപ്പോൾ അവിടെ നടന്ന സംഭവം നമുക്കറിയാം. ഒരു സെക്കൻഡിൽ അവൻ്റെ മരണ വാറണ്ടും മാറി, കുഷ്ഠമും അല്ലെങ്കിൽ ക്യാൻസറും ദൈവം മാറ്റിക്കൊടുത്ത്. ഹെസക്കിയ ചോദിക്കും, ബൈ വിച്ച് ഐ നോ, എതിനാൽ ഞാൻ അറിയും? എനിക്ക് 15 ആണ്ടുകൾ ആയുസ് കൂട്ടിത്തന്നു എന്നും എൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ കുഷ്ഠം മാറിയെന്നും എതിനാൽ അറിയും? അവനൊരു അടയാളം ദൈവം തന്ന്. യോബ് എഴുതിയല്ലോ, ഈ ഭൂതലം, ഈ ഭൂമി ദൈവം അന്തരംഗത്തിൽ തൊങ്ങവിട്ടിരിക്കുന്ന 26:7 യോബ്. The whole earth, the Bible records, hangs on nothing. ഈ സർവഭൂതലം, ഭൂമി അന്തരംഗത്തിൽ, ശൂന്യതയിൽ, നാസ്തിത്വത്തിൽ അവൻ തൊങ്ങവിട്ടിരിക്കുന്ന ആ ഭൂമിയെ ഈ ഒറ്റ മനുഷ്യൻ്റെ യാചന മുഖാന്തരം ദൈവം, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 രാജാക്കന്മാർ 20:11 വചനത്തിൽ, ഐസയ്യാ പ്രവചനം 39:8 വചനത്തിൽ ദൈവം ഇവന് വേണ്ടി ഈ ഭൂമിയെ 10 അടി പിന്നോട്ട് തിരിക്കിയതായി ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നത്.
ഈ ദൈവത്തെ നീ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആമേൻ. പലയിടങ്ങളിലും ചവിട്ടി നടക്കുന്ന ആളുകളാണ് ചിലരെങ്കിലും നിങ്ങൾ. ഇതുപോലൊരു ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? ബലവാനായ ദൈവം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ ദൈവത്തിൽ ബലം വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഹല്ലേലൂയ. ഐസയ്യാ 9:6 വീരനാം ദൈവം, വീരനാം ദൈവം, ഈ ദൈവം വീരനാം ദൈവം, അൽമൈറ്റി ഗാഡ്. ലൂക്കോസ് സുവിശേഷം 1:49 ശക്തനായവൻ, ഈ ദൈവം ശക്തനായവൻ, മൈറ്റി വൺ. 1 തിമോത്തിയോസ് 6:15 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ ധന്യനായ ഏകാധിപതി. ആമേൻ. ഏകാധിപതി, the only potentate God. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യൗവനക്കാരൻ്റെ യുവത്വം അവന് ബലം. സദസ്യവാക്യം 20:29 ഒരു മനുഷ്യൻ്റെ പൗരത്വം. അപ്പോസ്തല പ്രവൃത്തികൾ 22:3, അപ്പോസ്തല പ്രവൃത്തികൾ 22:8 ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠതയേറിയ പൗരത്വം അവന് ബലം, അല്ലെങ്കിൽ പഠിത്തം അവന് ബലം. സദസ്യവാക്യം 21:31 നമ്മെ പഠിപ്പിക്കുന്ന യുദ്ധത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന കുതിര രാജാവിന് ബലം. 1 രാജാക്കന്മാർ 19:8 ഭക്ഷണവും പാനീയവും നമ്മുടെ ശരീരത്തിന് ബലം. പക്ഷേ യഹോവയിൽ നീ വച്ചിരിക്കുന്ന, യഹോവയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന സന്തോഷമോ നാം എല്ലാവർക്കും ബലം. ആമേൻ. നെഹെമ്യ 8:10 യഹോവയിങ്കൽ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ. ആമേൻ. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന്, ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് നീ വന്നിരിക്കുന്നുവോ? ഈ ദൈവം വലിയ ദൈവമാണ്. ആമേൻ. എന്നെ അനുഗ്രഹിച്ചവൻ, എനിക്ക് പുഷ്ടി തന്നവൻ, എന്നെ ഉയർത്തിയവൻ, എനിക്ക് ഗവൺമെൻറ് ജോലി തന്നവൻ, എനിക്ക് ആരോഗ്യം തന്നവൻ, എൻ്റെ മരണക്കെട്ടുകളെ പൊട്ടിച്ചവൻ, 25 ആണ്ടും ഒരു ആഴ്ചയും മക്കളില്ലാതെ ഹോപ്പ്ലെസ്സായി കൈവിടപ്പെട്ട എനിക്ക് ഒരു മകന് തന്ന് മാനിച്ച് നിർത്തിയിരിക്കുന്നവൻ നിന്നെ കൈവിടുമോ? നിന്നെ കൈവിടുമോ? അവൻ നമ്മുടെ ബലം. ആമേൻ. ഹല്ലേലൂയ. ഈ ബലത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സങ്കീർത്തനം 33:9 തമിഴ് വസനം പ്രമാദം വളരെ ഷാർട്ട് ആൻഡ് സ്വീറ്റായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദേവൻ சொல்ல அது ஆகும். ആമേൻ. അവർ சொல்ல അത് ആകും. അവൻ അരുളി ചെയ്ത് അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ അർത്ഥം അവൻ്റെ അരുളപ്പാടാണ് സകല ബലത്തിൻ്റെയും ഉറവിടം. അവൻ്റെ വാക്കുകളാണ് സർവബലത്തിൻ്റെയും ഉറവിടം. മനസ്സിലായോ? ദൈവവചനമാണ് സകല ബലത്തിൻ്റെയും ഉറവിടം. അവർ சொல்ல അത് ആകും. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 തിമോത്തിയോസ് 3:16 2 പത്രോസ് 1:21 ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കും മനുഷ്യൻ എഴുതി വച്ചതല്ല. Every single word the Bible records was recorded and written by the inspiration of God's Holy Spirit. ദൈവാത്മാവിന്റെ പ്രേരണയിൽ എഴുതപ്പെട്ട വാക്കുകളാണ്. ആകയാൽ വചനം ദൈവബലത്തിൻ്റെ ഉറവിടം.
ആകയാൽ വെളിപ്പാട് പുസ്തകം 1:3 നമ്മ പഠിപ്പിക്കുന്നു, ഇത് കേൾക്കുന്നവൻ സുന്ദർ സിംഗിന്റെ മതപ്രഭാഷണമല്ല, ദൈവശബ്ദമെന്നുള്ള ദിവ്യവചനം കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അതിനെ കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. കേട്ട് വിട്ടുവിടാതെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. ബലം ദൈവത്തിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവബലത്തിന്റെ ഉറവിടമായ ദൈവവചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.